ഞാനായിരിക്കും നിങ്ങളുടെ പുതിയ ക്ലാസ് ട്യൂട്ടർ മേഴ്സി നൈന. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അത് എന്നോട് ചോദിക്കാം. ആദ്യത്തെ ദിവസം തന്നെ ലേറ്റ് ആണല്ലോ. കേറിപ്പോര്. നിക്ക് എങ്ങോട്ടായി ഓടിപ്പോണേ? ഇവിടെ മുന്നില്. സംസാരിച്ചിട്ട് വിട്ടു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും ഈ എഞ്ചിനീയറിംഗും മറ്റു കോഴ്സുകളൊക്കെ എടുത്ത് പോകുമ്പോൾ നിങ്ങളെപ്പോലെ കുറച്ച് കുട്ടികളെങ്കിലും നമ്മുടെ ഭാഷ ഇഷ്ടപ്പെട്ട് മലയാളം തിരഞ്ഞെടുക്കുന്നുണ്ടല്ലോ. നിങ്ങളൊരു പ്രതീക്ഷയാണ്. ഈ കൂട്ടത്തിൽ കവികളുണ്ടാവും, കഥാകൃത്തുക്കളുണ്ടാവും. ഇതൊരു നല്ല തുടക്കമാവണം. അതുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് ക്ലാസ് തുടങ്ങാം. സ്വർഗീയ പിതാവേ, രക്ഷകനായ യേശുവേ, ആശ്വാസദായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അതല്ലടാ, സരോജയുടെ താങ്ക്സ് പോലും പറയാൻ പറ്റിയില്ല. എടാ, നമ്മളവിടെ വണ്ടി കൊണ്ടു വെച്ചില്ലേ, അവിടെ പേഴ്സ് കളഞ്ഞു പോയി. അത് അവളാണ് എടുത്തുകൊണ്ടുവന്നേന്ന്. ഇവിടെ ഒരു കലക്കം കുഴിമന്തിക്കട ഉണ്ട്, പോയാലേ? പ്രാർത്ഥന കേട്ടാ പോട്ടാ. നന്മയുടെയും വെളിച്ചത്തിന്റെയും പഠനത്തിന്റെയും പാത തുറക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇരിക്കൂ. ഏതൊരു കാര്യം തുടങ്ങുന്നതിന് മുമ്പും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു തടസ്സം. ഇനി നമുക്ക് എല്ലാവർക്കും പരസ്പരം ഒന്ന് പരിചയപ്പെട്ടാലോ? വന്ദനം. എന്റെ പേര് വിഷ്ണു ശിവൻ. കരുത്തല കിഴക്ക് വശമാണ് എന്റെ വീട്. പിന്നെ 10ലും +1ലും +2 ഫുൾ A+ ഉണ്ട്. ജനതാ കവലയിലൊക്കെ ഫ്ലെക്സ് ഒക്കെ അല്ല, നിനക്കല്ല പഠിക്കണ്ടേ? പറഞ്ഞോ. അകമഴിഞ്ഞൊരു ഭാഷാ സ്നേഹി ആയതുകൊണ്ടാണ് മലയാളം തിരഞ്ഞെടുത്തത്. കലാകായിക സാഹിത്യ മേഖലകളിൽ ഞാനെന്നും ഒരു പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്ന് ഈ ക്യാമ്പസിന്റെ തിരുമുറ്റത്തേക്ക് കടന്നു വന്ന എല്ലാ നവാഗത വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും ഈ ക്യാമ്പസിന്റെ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനമായ SFK സ്വാഗതം ചെയ്യുന്നു. പക്ഷേ പ്രിയ സുഹൃത്തുക്കളെ, SFK ഇന്ന് സംസ്ഥാന വ്യാപകമായി ക്ലാസ് മുടക്കുകയാണ്. നല്ലൊരു വിദ്യാഭ്യാസ പുരോഗമനത്തിനായി പുതിയൊരു തുടക്കമെന്നോണം എല്ലാവർക്കും ഇന്ന് വീട്ടിലേക്ക് പോകാം. ഇന്ന് ക്ലാസ്സില്ല. ടീച്ചർക്കും വീട്ടിലേക്ക് പോകാം. തടസ്സങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു തുടക്കം. ലൈലു, നമ്മള് നമ്മുടെ ലൈഫിലെടുത്ത ഏറ്റവും നല്ല തീരുമാനം ഈ കോളേജ് കയ്യിലടിച്ചേ. എടേ സരോജാണ്, ഒരു താങ്ക്സ് പറഞ്ഞിട്ട് വരാം. ഒന്ന് പോയാ വാ. നമുക്ക് മസാല ദോശയും ചായ കുടിക്കാം. സരോജ നടക്ക്. നിങ്ങള് ഫസ്റ്റ് ഇയർ അല്ലേ? എവിടെ പോവാ? സ്ട്രൈക്കാ? എന്ത് കാര്യത്തിന്? ഞാൻ പറയാം. നമ്മുടെ സമരമൊക്കെ വിജയല്ലേ? ബിനോയ് സി ബാബു, എന്തിനാണോ ഈ സ്ട്രൈക്ക്? എന്ത് പുരോഗമനമാണ്? ബിനോയ് സി ബാബു, താൻ ഈ ക്യാമ്പസിന്റെ ചെയർമാനാണ്. താനല്ലേടോ മറ്റുള്ളവർക്ക് മാതൃക ആകേണ്ടത്. എന്താണ് അഫ്സൽ അബ്ദുൽ ലത്തീഫ് ഇതൊക്കെ? നിങ്ങൾ കാരണം ഈ കുട്ടികളുടെ ഒരു ദിവസത്തെ ക്ലാസ് ആണ് മുടങ്ങുന്നത്. എന്ത് ദിവസത്തെ ക്ലാസ് മുടങ്ങുന്ന സാറ് പറയണേ? സാറേ, ഈ ക്യാമ്പസിൽ മര്യാദയ്ക്ക് 2 മണിക്ക് കുത്തി നടക്കാൻ പറ്റോ? അപ്പൊ കൊതുകടിക്കും. ആ കാണുന്ന ഓടെ വൃത്തികേടായി കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. എന്റെ ബിനോയ് സി ബാബു, ഈ കുട്ടികളുടെ ക്ലാസ് മുടങ്ങും. താൻ ഒരു കാര്യം ചെയ്യും, ഈ മുണ്ട് മാറ്റി ജീൻസ് ആക്ക്, അപ്പൊ കൊതുക് കുത്തത്തില്ല. സാറേ നിർത്ത്, ഞങ്ങൾ മുണ്ട് കൊടുക്കും. വേണ്ടി വന്നാ ബിനോയ് സി ബാബു വേണ്ട. പിന്നെ ഇയാൾ എന്ത് വർത്താനാണ്? ബിനോയ് സി ബാബു താന്റെ അധ്യാപകന്റെ മുഖത്ത് നോക്കിയാണ് ഇങ്ങനെ കാണിച്ചത് കേട്ടോ. നിന്നെ ഞാൻ ബിനോയ് സി ബാബു, ഈ KK പ്രദീപ് കട്ടച്ചൽ കുഴിയെ നിനക്ക് അറിയാൻ പാടില്ല. ഈ സമരം ഞാൻ അറിഞ്ഞില്ല. അടുത്ത തവണ ആവട്ടെ. സാറിന്റെ വണ്ടി ഇതെന്തിനാ നിങ്ങൾ എടുത്ത് വെച്ചേക്കുന്നത്? അല്ല, സാറിലെ നേരത്തെ തന്നിട്ട് അങ്ങോട്ട് ഓടിക്കളഞ്ഞത്. ഓ, ഞാൻ തന്നിട്ട് പോയല്ലേ, സോറി. നിങ്ങൾ പുതിയ പിള്ളേരല്ലേ? എന്താ പേര്? ഫിജോ ഫെർണാണ്ടസ്. വെരി ഗുഡ്. എന്താ ഇയാളുടെ പേര്? പേരെന്താ? ലൈലാസുർ. ഫുൾ നെയിം പറയേ. CK ലൈലാസുർ. ഗുഡ് നെയിം, ഗുഡ് നെയിം. ലിജ ഫെർണാണ്ടസ്. ഫിജോ ഫെർണാണ്ടസ്. വെരി ഗുഡ്. അപ്പോ ഉഴപ്പരുത്, പുഷപ്പ് അടിക്കണം, പഠിക്കൂല. സ്ട്രൈക്കാണ്, ഞങ്ങൾ വീട്ടിൽ പോട്ടെ. നിങ്ങളെല്ലാം കഴിച്ചായിരുന്നു? എന്നാൽ 5 റൗണ്ടും കൂടെ ഓടിയിട്ട് ഒരു സെറ്റ് വോളിബോളും കളിച്ചിട്ട് വീട്ടിൽ പോക്കോ. ഓക്കെ.